വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ ശൈലജ MLA, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, DGP ഷെയ്ഖ് ദർവേസ് സാഹിബ്, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, AP അബ്ദുള്ളക്കുട്ടി, CK പത്മനാഭൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്നു. വ്യോമസേന ഹെലികോപ്റ്ററിലാണ് അല്പസമയം മുൻപ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് തിരിച്ചത്. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അതേ ഹെലികോപ്റ്ററിൽ, നമ്മളിപ്പോൾ കാണുന്ന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11:20 ഹെലികോപ്റ്ററിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് വയനാടിന്റെ കണ്ണീരൊപ്പും എന്ന തീരുമാനത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി തേടിയിരുന്നു. 2ഉം പ്രധാനമന്ത്രിക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വന്നതടക്കമുള്ള ആകാശ ദൃശ്യങ്ങളും പ്രധാനമന്ത്രി കണ്ടതാണ്. അവിടെയുള്ള മനുഷ്യരുടെ കണ്ണീരോടുകൂടിയുള്ള വിലാപങ്ങൾ പ്രധാനമന്ത്രി കേട്ടതാണ്. ഒപ്പം BJP സംസ്ഥാന നേതൃത്വത്തോടും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. 10 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ടും കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്ത് നിൽക്കുന്നയിടത്ത് SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പല തലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതും പ്രസക്തമല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സഹായധനം എന്ന് പറയുന്ന അല്ലെങ്കിൽ പാക്കേജ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്ന കാഴ്ചയല്ല. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിമാർ സമർപ്പിച്ച റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം പരിശോധിക്കുകയും ചെയ്യും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടുത്തെ ഈ ഗ്രൗണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. SKMJ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഒരു പ്രത്യേക ഹെലിപ്പാഡ് ഇന്നലെ തയ്യാറാക്കിയതാണ്. ആ ഹെലിപ്പാഡിലായിരിക്കും, അവിടെ ആ കാണുന്ന ഹെലിപ്പാഡിലേക്കായിരിക്കും പ്രധാനമന്ത്രിയും സംഘവും വന്നിറങ്ങുക. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരിക്കുക. 3 ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ട് പറന്നുയർന്നിരിക്കുന്നത്. ആകാശ നിരീക്ഷണം ഇല്ല എങ്കിൽ, ആകാശ നിരീക്ഷണമാണ് സംഭവിക്കുന്നതെങ്കിൽ ആദ്യം അങ്ങോട്ടേക്കായിരിക്കും പോവുക. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കാലാവസ്ഥയുടെ കാരണങ്ങൾ കൊണ്ട് ആകാശ നിരീക്ഷണം ഒഴിവാക്കേണ്ടതില്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ആകാശ നിരീക്ഷണമാണ് ഏറ്റവും യോജ്യമായിട്ടുള്ളത്. കാരണം മുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഇപ്പോൾ SKMJ സ്കൂൾ ഗ്രൗണ്ട് ആണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. SKMJ സ്കൂൾ ഗ്രൗണ്ട് കൽപ്പറ്റ, അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടുത്തെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നമുക്ക് കാണാം. പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിനായിട്ടുള്ള വാഹനമടക്കം അവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണോ? അവിടെയുള്ളവർ നൽകുന്ന സൂചന എന്താണ്? നേരെ വന്നിറങ്ങുന്നത്, അതായത് ആകാശ നിരീക്ഷണം ഒരു വട്ടം ആ മേഖലയിലൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഇവിടേക്ക് വന്നിറങ്ങി പിന്നീട് റോഡ് മാർഗം പോവുക, അതായിരിക്കുമോ യാത്രാ പദ്ധതി? സുജിയ, ഇവിടുത്തെ പ്ലാൻ പ്രകാരം പ്ലാൻ A ആണ് നടപ്പാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാശ നിരീക്ഷണം തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ളത്. ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം കൽപ്പറ്റയിലെ SKMJ ഗ്രൗണ്ടിലേക്ക് വന്നിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKMJ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ വാഹനം നമുക്ക് നിർത്തിയിട്ടേ കാണാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ വാഹനം, 2 കറുത്ത വാഹനങ്ങൾ അവിടെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനവും പ്രധാനമന്ത്രിയുടെ വാഹനവുമാണ്. അതിന് അകമ്പടി സേവിക്കാനുള്ള കോൺവേ വാഹനങ്ങൾ മുഴുവനായി വരിവരിയായി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന കൂടാരത്തിനകത്ത് BJPയുടെ നേതാക്കന്മാർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ BJP നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള സൗകര്യമുണ്ടാവും. അതിനുശേഷം അദ്ദേഹം കാറിൽ കയറും. ഇവിടെ നിന്ന് ഈ കൽപ്പറ്റ വഴി മേപ്പാടിയിലേക്ക് പോകും. മേപ്പാടി വഴി ചൂരൽമലയിലേക്കായിരിക്കും ആദ്യം എത്തുക. അവിടെ ബെയിലി പാലത്തിന് സമീപത്ത് അദ്ദേഹം എത്തും. അവിടെ കരസേന അംഗങ്ങളുമായി സംസാരിക്കും. ഇനി അദ്ദേഹത്തിന് അവിടെ നിന്ന് വേണമെങ്കിൽ ഈ ബെയിലി പാലം വഴി അദ്ദേഹത്തിൻ്റെ കാറ് ഈ ബെയിലി പാലത്തിലൂടെ കടന്ന് പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കൊക്കെ സഞ്ചരിക്കാം. അത് പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഭാഗത്തൂടെ തന്നെ മുകളിലേക്ക് പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതും SPG അവിടെ കണക്കിലെടുത്തിട്ടുണ്ട്. കാരണം ആ ഭാഗം പൂർണ്ണമായിട്ടും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ പൂർണ്ണമായിട്ടും SPGയുടെ നിയന്ത്രണത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നിയന്ത്രണത്തിൽ മാറ്റിയിട്ടുള്ളത് പ്രധാനമന്ത്രി നേരിട്ട് അവിടെ സന്ദർശനം നടത്തുകയാണെങ്കിൽ അതിനുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ മുഴുവൻ ഒരു മുന്നൊരുക്കമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്കും സെൻറ് ജോസഫ് സ്കൂളിലുള്ള
ആ ക്യാമ്പിൽ എത്തിയ ശേഷം അദ്ദേഹം അവിടെ പുനരധിവസിപ്പിക്കപ്പെട്ട ആളുകളുമായി സംസാരിക്കും. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലേക്ക് എത്തുക. കളക്ട്രേറ്റിലാണ് ഒരു വിശദമായ യോഗം അദ്ദേഹം സജ്ജീകരിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും, ചീഫ് സെക്രട്ടറി പങ്കെടുക്കും, ഇവിടെ മന്ത്രിതല ഉപസമിതി മന്ത്രി മുഹമ്മദ് റിയാസും കെ രാജൻ റവന്യൂ മന്ത്രി, അതുപോലെ വയനാടിൻ്റെ മന്ത്രിയായിട്ടുള്ള OR കേളു, AK ശശീന്ദ്രൻ അടങ്ങുന്ന ഉപസമിതി ഈ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. വയനാടിൻ്റെ ജില്ലാ കലക്ടറുണ്ട്. അങ്ങനെ എല്ലാ തലം ഉദ്യോഗസ്ഥരുമായിട്ടും മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിക്കും. അതിലേറ്റവും പ്രധാനം ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തിൻ്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ, ഈ ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും ഇപ്പോഴത്തെ ദൃശ്യങ്ങളും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പ്രദർശനം അവിടെയുണ്ട്. ആ വീഡിയോ പ്രദർശനത്തിൽ എത്രത്തോളം ആഘാതം ഈ ചൂരൽമലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പീനിയൻ, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ യോഗത്തിൽ തന്നെ പങ്കുവെക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. L3 കാറ്റഗറിയിലുള്ള, ഇപ്പോൾ L0 മുതൽ L4 വരെയാണ് ദുരന്തങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ L3 കാറ്റഗറിയിലുള്ള ഒരു ദുരന്തമായി കേരളത്തിൻ്റെ ഇപ്പോൾ മേപ്പാടിയിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തത്തെ കണക്കാക്കണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ രഞ്ജിത്ത്, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പ്രധാനമന്ത്രി പലയിടങ്ങളിൽ നിന്ന്, അതായത് 2 കേന്ദ്രമന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഈ 2 പേരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ജോർജ് കുര്യൻ 5-ാം തീയതി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനോടും ആവശ്യപ്പെട്ടത് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, നയസമീപനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതുകൂടി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഭൂമി ഏറ്റെടുക്കുക, ഒപ്പം വീടടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ടാണ് സംസ്ഥാനം ഈ പാക്കേജ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികളെ എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് മാതൃക, അതേക്കുറിച്ചും പ്രധാനമന്ത്രിക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് പറയുന്നു എന്നത് പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ ദുരന്തമാണ്, തീവ്രത കൂടിയതാണ്, കേന്ദ്രത്തിന്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ടതാണ് എന്ന L3 എന്ന ഒരു അനൗൺസ്മെന്റിനപ്പുറം അവിടെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, വയനാട്ടിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതിനു മുൻപുണ്ടായിട്ടുള്ള പാളിച്ചകൾ എന്തൊക്കെയാണ് എന്നതും പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ അറിയാം. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനമായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരുപക്ഷെ വരിക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. രഞ്ജിത്ത്, തീർച്ചയായിട്ടും നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ഈ 2000 കോടി. അത് നിർമ്മാണ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ടൗൺഷിപ്പ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കുന്നുണ്ട്. 300-ലധികം വീടുകൾ നഷ്ടപ്പെട്ട 300-ലധികം വീടുകൾ പുനർനിർമ്മിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 300-ലധികം വീടുകളുള്ള 3 വാർഡുകളാണ് എന്ന് നമുക്കറിയാം. ആ 3 വാർഡുകളിൽപ്പെട്ട 300-ലധികം വീടുകൾ പുനർനിർമ്മിക്കപ്പെടുന്ന സമയത്ത് അത് ഏത് മേഖലയിലായിരിക്കണം? അങ്ങനെയുള്ള ഒരു ടൗൺഷിപ്പ് വരികയാണെങ്കിൽ അവിടേക്ക് റോഡുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, അങ്കണവാടികൾ, അതുപോലെ കളിസ്ഥലം, അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ 300 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നശിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ പകുതിയെങ്കിലും നശിച്ചിട്ടുള്ള കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണ്. അതല്ലാണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അട്ടമലയിലും അരണമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ തകർന്നിട്ടില്ലാത്ത വീടുകളുണ്ട്. ഇനി ചൂരൽമല പുനർനിർമ്മിക്കുന്നില്ല എങ്കിൽ, ചൂരൽമലയിലേക്ക് റോഡ് നിർമ്മിക്കുന്നില്ല എങ്കിൽ ഈ പുഞ്ചിരിമട്ടത്തും അട്ടമലയിലും അരണമലയിലും ഒക്കെ താമസിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത കണക്കിലെടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള മേഖലയിലെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ അതൊരു ബൃഹത്തായ പദ്ധതിയാണ്. അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതിയുടെ രൂപരേഖയായിരിക്കണം ഒരുപക്ഷേ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ കേന്ദ്ര സംഘം വന്നപ്പോൾ തന്നെ അവർ സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അവിടെ ഭൂമിയിൽ പല ഭാഗത്തും ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്, വിള്ളലുണ്ടായിട്ടുണ്ട്. അത് ഭാവിയിൽ ഇനി വലിയ പ്രത്യാഘാതത്തിലേക്കോ ഭാവിയിൽ മറ്റൊരു ഉരുൾപൊട്ടലിലേക്കോ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ളൊരു ബൃഹത് പദ്ധതി ആയിരിക്കുമോ കേരളം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും കെട്ടിടങ്ങൾ ഉൾപ്പെടെ പുനർനിർമ്മിക്കാനുള്ളൊരു പദ്ധതിയാണ് ഈ 2000 കോടിയിൽ ഉൾപ്പെടുന്നത്. അതോടൊപ്പം ഈ ലോണുകൾ, വായ്പകൾ എഴുതിത്തള്ളാനുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പല ആളുകളും അവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്, അവിടെ വ്യവസായങ്ങൾ, കൃഷികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് വായ്പ എടുത്താണ്. അവരുടെ വായ്പകൾ എഴുതിത്തള്ളാനുള്ളൊരു പാക്കേജ് കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പല ആളുകൾക്കും ഈ ബാങ്കിൽ നിന്ന് ബാങ്കിൻ്റെ ഏജന്റുമാരിൽ നിന്നൊക്കെ കോളുകൾ വന്നു. അവരൊക്കെ ഇപ്പോഴും ഈ വായ്പ തിരിച്ചടവിൻ്റെ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാർഷിക ലോണുകളാണെങ്കിൽ അത് എഴുതിത്തള്ളാൻ സാധിക്കും. ഭവന വായ്പകളുണ്ട്, അതുപോലെ വ്യവസായങ്ങൾക്ക് വേണ്ടി എടുത്ത വായ്പകളുണ്ട്. അത്തരം വായ്പകൾ എഴുതിത്തള്ളുമോ എന്ന കാര്യത്തിലുള്ള ഒരു ചർച്ച കൂടി ഈ ഘട്ടത്തിൽ നടക്കും. റവന്യൂ മന്ത്രി നേരത്തെ നമ്മോടൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ 2000 കോടിയുടെ പ്രൊജക്റ്റിന് പുറമെയാണ് ഈ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സംഘത്തിനു മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതേ കാര്യങ്ങൾ തന്നെ പ്രധാനമന്ത്രിക്ക് മുമ്പിലും ഇപ്പോൾ വെക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ്, തെളിഞ്ഞ അന്തരീക്ഷമാണ്. അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിന് ഇവിടെ നിന്ന് പറന്നിറങ്ങാൻ സാധിക്കുന്ന, ആകാശ നിരീക്ഷണം നടത്താൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം കൽപ്പറ്റയിലും മേപ്പാടിയിലും ഒക്കെ ഉണ്ട്.